സ്ത്രീകൾ പലപ്പോഴും ക്ലാസ്സല്ലേ എന്ന് വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല. ഒന്നും ബേജാറാണ്ട. കയ്യിന്റെ 2 വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റുണ്ടെ അവിടെ ഇടുക. 1 പവൻ, 2 പവൻ, 5 പവൻ. ഇത് വെറുതെ പറയില്ല. സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. എന്താണ് സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. എന്താ വേണ്ടത്? സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. എന്നിട്ട് കേട്ടോ, ഖലീൽ തങ്ങൾ സലാത്തി അലിയിട്ട് പിരിവെടുക്കുമ്പോ ഞങ്ങളൊക്കെ എടുക്കാറുണ്ട് പിരിവ്. ജനങ്ങളെ നമുക്ക് അള്ളാനോട് ദ്വാരക്ക, സ്വർഗം തരാനും നിങ്ങൾക്ക് നിയമത്ത് തരാനും രോഗമാനൊക്കെ ദ്വാരക്കാന്നേ പറയുള്ളൂ. ഇവർ ഓഫറാ. മൗലവി പറ സ്വർഗം വേണോ സ്വർണം വേണോ? മൂപ്പരെ ഏൽപ്പിച്ചതിന് കൊടുക്കാനേ. സ്വർഗം കൊടുക്കാൻ ഏൽപ്പിച്ച മൗലവി സ്വർഗം വേണോ സ്വർണം വേണോ? 5 പവന് അരഞ്ഞാണം എല്ലാം ബക്കറ്റിലും കിട്ടോളി. ഇയാളാ പറയുന്നത് അതേ പ്രസംഗത്തിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഒന്നും കൂടി കേട്ടോളി. ഇയാൾ എന്നെ പറയുന്നത് വലിയ പൈസയാണെങ്കിൽ എന്റെ അഡ്രസ്സ് വാങ്ങിയിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി. അതൊന്ന് കേട്ടോളി. വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി